ടനന്നെ ടനന്നെ കാട്ടുകൂട നീ കരനീ കരയും നീ നേറ്റ്. ഹലോ ചുട്ടുമണികളെ, ഇന്ന് നമുക്കൊരു കല്യാണത്തിന് പോയാലോ? അപ്പോൾ കല്യാണം കഴിഞ്ഞ് നമുക്ക് കുറേ ഇടത്തൊക്കെ പോകാനായിട്ടുണ്ട്. ആദ്യം നമ്മൾ കല്യാണത്തിനാണ് പോകുന്നത്, നമ്മളുടെ ഒരു ബന്ധുവിൻ്റെ കല്യാണത്തിനാണ് പോകുന്നത്. അപ്പോൾ കൂടെ അമ്മ, അനിയൻ, പിന്നെ ഞാൻ സ്കൂട്ടറിലാണ് പോകുന്നത്. എന്തരാവോന്നൊന്നും അറിഞ്ഞൂടാ. കാശി ഹായ്. ഹലോ ഗായ്സ്, ഹൗ ആർ യു? വി ആർ ഗോയിങ് ആണ് കല്യാണം. വി ആർ ഈറ്റിംഗ് സദ്യ. ഇന്നത്തെ വ്ളോഗിനെ പറ്റിയുള്ള അനിയൻ്റെ എക്സ്പ്ലനേഷനാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മളുടെ കുടുംബത്തിലുള്ള ഒരു മാമിയെ കണ്ട് അങ്ങനെ നമ്മൾ രണ്ടുപേരല്ല എല്ലാവരും കൂടെ സദ്യ കഴിക്കാൻ കയറി. സദ്യ എന്ന് പറഞ്ഞാൽ നല്ല സദ്യയായിരുന്നു. അത്യാവശ്യം നല്ല കറിയും എല്ലാ കറിയും ഉണ്ടായിരുന്നു. കോളിഫ്ലവർ ഫ്രൈ ഒക്കെ നമ്മുടെ സദ്യ വന്നിട്ടുണ്ട്. ഇതാണ് സദ്യ. ഇതിന് ഞാൻ പകുതി പപ്പടം എടുക്കുന്നുള്ളൂ, കാരണം നമുക്കിവിടെ പപ്പടം ചോറിന് ആവശ്യമില്ല. ഓക്കെ, കല്യാണം നല്ല വൈബായിരുന്നു. ഇനി വീഡിയോയിൽ വല്ല കോപ്പിറൈറ്റ് വരുമോന്നൊന്നും എനിക്കറിഞ്ഞൂടാ, കാരണം സദ്യ കഴിക്കുന്ന ഇടത്ത് വരെ പാട്ടുണ്ടായിരുന്നു. അതായിരുന്നു കല്യാണത്തിൻ്റെ മെയിൻ വൈബ്. പിന്നെ നമുക്ക് ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുന്ന സമയത്ത് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ സംഗീത് നൈറ്റിന്റെ ഡാൻസ് ആയിരുന്നു അവിടെ സ്ക്രീനിൽ പ്ലേ ചെയ്തോണ്ടിരുന്നത്. ഹലോ ചുട്ടുമണികളെ, ഇപ്പൊ നമ്മള് ഫുഡ് കഴിച്ചിട്ട് ഇരിക്കുകയാണ്. ഇത് എന്റെ ഒരു കസിൻ സിസ്റ്റർ ആണ്, അമ്മു. ഹായ് പറ. ഓക്കെ, ഞാൻ കഴിച്ചിട്ട് ഇവിടെ ഡാൻസ് ഒക്കെ സംഗീതിന്റെ ഡാൻസ് ആണെന്ന് തോന്നുന്നു. കണ്ടിട്ട് ഹൽദി ഉള്ളതൊന്നുമല്ല, സംഗീതിന്റെ ഡാൻസ് ഇവിടെ സ്ക്രീനിൽ പ്ലേ ചെയ്തോണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് പിന്നെ ഇങ്ങനെ ആൾക്കാർ നോക്കുന്നു, അങ്ങനെ നാണമാണ ഭംഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ സമാലിക്കും. അയ്യോ കുഴപ്പമില്ല. അപ്പൊ ഗായ്സ്, ബാക്കിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഞാനിതെന്ത് കാണിക്കാന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഒരു കാലത്ത് ഞാനൊരു കല്യാണത്തിൽ പോകുമ്പോൾ എല്ലാരും ഇങ്ങനെ പറയും, ഇന്ന് യൂട്യൂബർ ആദിത്യ വന്നിട്ടുണ്ടെന്ന് കല്യാണത്തിന്. അങ്ങനെ ഞാൻ എത്തും. അപ്പൊ ഗായ്സ്, ഡാൻസൊക്കെ നല്ല രസമായിരുന്നു. പക്ഷെ എൻ്റെ പാട്ടൊന്നും ഇടാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം മ്യൂട്ട് ചെയ്തിട്ടേക്കാണ്, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് വരും. പിന്നെ അതിൻ്റെ പുറകെ കിടന്ന് ഓടണം. നല്ല ഡാൻസായിരുന്നു. അത്യാവശ്യം നമുക്കിങ്ങനെ എന്താ പറയുക, കല്യാണ പെണ്ണൊക്കെ വരാൻ അത്യാവശ്യം സമയം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയമൊക്കെ നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. അങ്ങനെ നമ്മുടെ കല്യാണ പെണ്ണ് വന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് മുറയൊന്നും പറഞ്ഞുതരാൻ അറിഞ്ഞുകൂടാ. അതൊക്കെ ഇനി അമ്മയുടെ അടുത്ത് ചോദിക്കണം. ഇതിപ്പോൾ ഞാൻ രാത്രി ഒരു 12:30 എഡിറ്റ് ചെയ്യുന്ന വീഡിയോയാണ്. മറ്റേ പല്ലക്കാണ് ഇതിൻ്റെ പേര്, എനിക്ക് അതൊന്നും അറിയത്തില്ല. നല്ല വൈബുള്ള ഫ്രണ്ട്സാണ് കേട്ടോ. ഇതേപോലുള്ള വൈബുള്ള ഫ്രണ്ട്സിനെ കിട്ടണം. എനിക്ക് നമ്മുടെ എന്താ പറയുക, നമ്മുടെ വീട്ടിലുള്ള ഓരോ ആഘോഷമൊക്കെ കളറാവും. ഇതാണ് പൂക്കി, അതല്ല അത്. ഹലോ പൂക്കി, കണ്ടാ? എടാ ഒന്ന് നീ വൈറലാവും. നിന്നെ അവസാനം വല്ല റൊമാരി റൊട്ടി കടയിലും വിളിക്കും. ഇങ്ങ് വാ കണ്ണാ, കറക്ക് നീ. കണ്ടാ എത്ര വയസ്സ് കണ്ണാ? 8 വയസ്സുള്ളൊരു പയ്യൻ ചെയ്യുന്ന കണ്ടോ നിങ്ങൾ? കണ്ടാ? നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കസിൻ്റെ വീട്. അപ്പോഴത്തേക്കും കല്യാണം കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവരെല്ലാം കൂടെ ബോൾ കളിക്കണം. എൻ്റെ മൂട്ടി പോയിരുന്നു. അങ്ങനെ ആ ബോൾ വന്ന് എൻ്റെ മുഖത്ത് വീണതിന് ഞാൻ കിടന്ന് കരയുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഈ വീഡിയോ സംഭവം എടുത്തതെന്ന് പറഞ്ഞാൽ ഇനി ഭാവിയിലൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇതായിരുന്നു പണ്ട് കാലത്തെ വീട് എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേ, അതിനു വേണ്ടി ഷൂട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മോര് കുടിച്ചു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ലുലു മാളിലാണ് നിൽക്കുന്നത്. അമ്മയ്ക്ക് തുണി നനയ്ക്കുന്നു, സോപ്പ് വേണമെന്ന് പറഞ്ഞ് അമ്മ അത് നോക്കുകയാണ്. എനിക്കിപ്പോൾ ഇത് രണ്ടും അത്യാവശ്യമുള്ളതാണ്, ഫേസ് വാഷ് പിന്നെ ഷാമ്പു. അത് കഴിഞ്ഞ് നമ്മൾ വെജിറ്റബിൾസ് വാങ്ങാൻ, പിന്നെ എനിക്ക് ഷാമ്പു ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങാൻ നമ്മൾ ലുലുലേറി. വെജിറ്റബിൾസ് ഈ കാണിക്കുന്നതൊന്നും വാങ്ങിയില്ലെന്നുള്ളതാണ് മറ്റൊരു സത്യം. സവാള, പയർ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുള്ളൂ. പിന്നെ ഈ കാണുന്ന സാധനം ഒട്ടും വാങ്ങിച്ചില്ല. ഇതൊക്കെ നല്ല വിലയാണ്. പിന്നെ ഭംഗി, ഒരു ആസ്തറ്റിക്കിന് വേണ്ടി ഞാൻ എടുത്തതാണ്. വരണ വഴിക്ക് അമ്മ അനിയനും കൂടെ നല്ല പൊരിഞ്ഞ അടിയായിരുന്നു.
അതങ്ങനെയാണ്. മിഡിൽ ക്ലാസ്സിൽ ജനിച്ചവർക്ക് മാത്രം റിലേറ്റ് ചെയ്യാൻ, ലോവർ മിഡിൽ ക്ലാസ്സിൽ ജനിച്ചവർക്ക് മാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ കുടുംബക്കാർ തമ്മിലുള്ള അടി. എവിടെ ചെന്നാലും നമ്മുടെ അച്ഛനും അമ്മയും നമ്മളൊക്കെ തമ്മിൽ അങ്ങ് അടിയാവും. അത് കഴിഞ്ഞ് നമ്മൾ അമ്മൂമ്മയുടെ വീട്ടിൽ പോയി. അമ്മൂമ്മയുടെ വീട്ടിൽ പോയി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ രാത്രി കണ്ടത് പിന്നെ ഇതാണ്. ഇതെന്തോ കൊട്ടിക്കലാശം. അതെ കൊട്ടിക്കലാശം നമ്മൾ കാണാനായിരുന്നു അന്ന് ജയിച്ച ഇത്. ഞാൻ തിരുവനന്തപുരത്തായതുകൊണ്ട് തന്നെ ഇവിടെ മാക്സിമം പിടിച്ചെടുത്തത് BJP ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാർട്ടിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, എല്ലാ പാർട്ടിയും എനിക്ക് ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. പിന്നെ വന്നിട്ട് നമുക്ക് ചോറുണ്ടായിരുന്നു, അത് കറി എന്തോ പ്രശ്നമായോ, ചോറെന്തോ പ്രശ്നമായിട്ട് പിന്നെ നമ്മൾ ബറോട്ട വാങ്ങിച്ച് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ടാറ്റ ബൈ ബൈ ഉമ്മ.